ഹലോ ഗൈസ്, അപ്പം ഞാനും എൻ്റെ കൊളീഗ്സും കൂടി ഇന്ന് വയനാട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ വയനാട്ടിൽ ഒരു റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വയനാടൻ ദുരന്തത്തിന് മുന്നേ ആയിരുന്നു കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുറന്നപ്പോഴാണ് വയനാടൻ ദുരന്തമൊക്കെ ഉണ്ടായത്. അതിനുശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഇടാണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ നേരെ KSRTC പോയി അവിടുന്ന് ബസ്സിനാണ് സുൽത്താൻ ബത്തേരി പോയി. അവിടുന്ന് ഞങ്ങളെ ഒരു കോർഡിനേറ്റർ കൂട്ടിക്കൊണ്ട് റിസോർട്ടിലേക്ക് പോകും. ഭയങ്കര തണുപ്പാണ്. അങ്ങനെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി എത്തി. അവിടുന്ന് നമ്മളെ ഫ്ലൈ വയനാട് എന്ന് പറഞ്ഞൊരു ഏജൻസിക്കാരാണ് നമുക്ക് റൂമൊക്കെ സെറ്റാക്കി തന്നത്. അപ്പോൾ അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ തന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മീൽസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി മീൽസ് കിട്ടുന്ന ഒരു കട തപ്പിപ്പോയി. അങ്ങനെ ഫൈനലി നമ്മളൊരു കടയിലെത്തി. ഇവിടുത്തെ ഊണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചോറും പിന്നെ പൈനാപ്പിൾ പച്ചടി, അടിപൊളി പൈനാപ്പിൾ പച്ചടിയായിരുന്നു. പിന്നെ ചോറും ബാക്കി എല്ലാ കറികളും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് റിസോർട്ടിലേക്ക് പോകാനിരുന്നത്. ബത്തേരി എത്തി. ഇവിടെ ഒരു ജെയിൻ ടെമ്പിൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊന്ന് കാണാൻ ഇറങ്ങിയതാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്തൊക്കെയോ ഉണ്ട്. ഈ സുൽത്താൻ ബത്തേരിന്ന് പേര് വരാൻ കാരണമായ എന്തോ ഐതിഹ്യം അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് എനിക്കറിയത്തില്ല. ആ ഡ്രൈവറല്ല, ആ റിസോർട്ടിലെ ആള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി ഡീകോഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഉൾവശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഫോണിൽ ഇത്രയും സൂമിങ്ങേ ഉള്ളൂ. അത്രയല്ല 2x ഉണ്ടായിരുന്നല്ലേ? ഒന്നും അധികം വരുന്നില്ല. അരി അരിക്കാം. അയ്യോ, ഒന്ന് അരച്ചോക്കോ. ഈ ചേച്ചിക്ക് എന്തൊരു പേടിയാ. അരി അരിച്ചിട്ടോ പ്രേതം വരിക. അത് ശരി. അപ്പൊ ആർക്കിയോളജിക്കാരപ്പോ ഇതിനെന്താ ചുമ്മാ തുറന്നിരിക്കും. പിന്നെ അങ്ങനെ പിന്നെ കൊറേ കഥ അറിയാലോ. സഫ്ലിത്ത വരച്ചിട്ട് തീർന്ന് ഇല്ല. അതാ മേലേക്ക് പോവും. അയ്യാ, അങ്ങനെയല്ല. അതിന്റെ അവിടുന്ന് ആ 900 കണ്ടി പോയപ്പോണ്ട് അട്ട. എന്നെ പിടിച്ച് എന്നെ അങ്ങനെ റിസോർട്ടിലെത്തി. റിസോർട്ടിൽ ഇനിയിപ്പം കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ഇല്ല, ഞാനിത് വീഡിയോ ഒന്ന് എടുക്കാൻ വന്നതാ. ഒരാള് മതി, ഇങ്ങളോട് പോകേണ്ടതാത്ത. അവിടെയൊക്കെ ഉണ്ടല്ലേ കൊറേ സ്ഥലം. ഇൻഡോർ ഗെയിംസിന്റെ സ്ഥലമുണ്ട്. ഇതെന്താ പോലും ഡാൻസിന്റെയോ എന്തോ ഡാൻസ് കളിക്കുന്ന സ്ഥലമാണ്. ആ അതവിടെ പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഇനി വഴി തെറ്റിപ്പോയി ഗൈസ്. ആ വയലില് ആ അതുണ്ടല്ലോ, വയലിൽ കളിക്കാനല്ലേ പറയുന്നേ?
അല്ല ഇതെന്താ കൊറേ വഴികള്. ഞങ്ങള് നേരത്തെ വന്നോണ്ടല്ലേ. അല്ല നമ്മുടെ സ്ഥലം വില്ലേജ്. എന്താണ് ചേച്ചി വില്ലേജ്? ഇതാണ് നമ്മളെ വില്ല. പൂളിട്ടോ, നല്ല നല്ല അടിപൊളി പൂളാണ്. പിന്നെ ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് പാടി ഫീൽഡ്. ഇപ്പം കൃഷി ഇറക്കാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം മെയിനായിട്ട് ഇവരുടെ ആ ഹട്ടിലൊക്കെ പാടിയിലേക്ക് വ്യൂ ഉള്ള ഹട്ടാണ് അവിടെയൊക്കെ കാണുന്നത്. ഇവിടെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഹട്ടുകളൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങി. റീൽസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഗഫൂത്തയും അഖിലേച്ചിയൊക്കെ കൂടി. കുറച്ച് നല്ല ഏരിയുള്ള സ്ഥലമാണ് ഈ പാടി വ്യൂ റിസോർട്ട്. കാരണം എൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് കുറേ വില്ലാസ് ഉണ്ട്, ഹട്ടുകളുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇവർ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കുറേ എന്താ പറയുക ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ടുള്ള പാസേജൊക്കെയാണ്. നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു വയനാട് ആയതുകൊണ്ട് തന്നെ അത് ഇപ്പം മഴക്കാലം കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പും, മഴയില്ല എന്തായാലും ഭാഗ്യത്തിന് മഴയില്ല, നല്ല തണുപ്പും അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പം ഞങ്ങളാണ് ഇവിടെ ആദ്യം എത്തിയത് റിസോർട്ടിൽ. ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ ചെക്ക് ഇൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറേ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇവിടെ വേറെ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. ഏരിയ ഉണ്ട് കേട്ടോ, നല്ല വിശാലമായ പ്ലേ ഏരിയ ഉണ്ട്. ഇപ്പം സമയം 2:30. എനിക്ക് വിശന്നിട്ട് വയ്യ. നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. നിമിഷേച്ചി അഖിലേച്ചി നല്ല ഉറക്കമാണ്. താത്ത നമുക്ക് ചായ ഉണ്ടാക്കണം. ഉറങ്ങാൻ കിടന്നൊക്കെ അഖിലേച്ചി ഇടിച്ചിട്ട് ചായ ആവുമ്പോൾ വിളിക്കണുണ്ട്. നല്ല തണുപ്പുണ്ട്. AC ഇട്ടിട്ടോ, അല്ലാണ്ട് ഈ വയനാട്ടിലെ തണുപ്പൊന്നുമല്ല. എനിക്ക് കാപ്പി മതി കേട്ടാ, നെസ്കഫേ. അതെന്താ? ഓക്കെ. കുടിച്ചോക്ക് എങ്ങനെയുണ്ട്? മണ ഒറ്റൻ്റെ ഗഫ്ലത്ത. മോർണിംഗ് ആയി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട് അല്ലേ ചേച്ചി? അയ്യോ ഗഫ്ലത്താനെ കാണുന്നില്ല. വരുന്നുണ്ട്. പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കിയിട്ട് വരാം. വാട്ട് ഈസ് ദാറ്റ്? പുട്ട്. ദെൻ ഇനി വേറെ എന്താണ്? പൂരി. വാട്ട് ഈസ് ദാറ്റ്? കടലക്കറി. പൂരിയിൽ നിന്നും തുടങ്ങാം. നോക്ക്, എനിക്കൊരു പാത്രത്തിൽ എടുത്തു തരുമോ ചേച്ചി? എങ്ങനെയുണ്ട്? കൊള്ളാമോ പൂരി? പൂരി കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പുട്ടും കടലയും വേണം. ഇന്നലെ രാത്രി പറഞ്ഞ പുട്ടും കടലയും വേണ്ടെന്ന്. പക്ഷെ നല്ല കടലക്കറി ഒക്കെ ഉണ്ട്. അങ്ങനെ ഫൈനലി പിറ്റേ ദിവസം 12 മണിയൊക്കെ ആയി. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഭയങ്കരധികം സങ്കടമുണ്ട്, അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളെ റൂമിനോട് ബൈ ബൈ പറഞ്ഞ് പോകാൻ സമയമായി. എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്, കാരണം അത്രയ്ക്കധികം ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ആയിരുന്നു അല്ലേ ചേച്ചി? ഇവിടെ അടിപൊളി. അഖിലേച്ചിക്കൊന്നും പറയാനില്ലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ?
തിരിച്ചു പോകുമ്പോ എന്തൊക്കെയോ എടുത്തിട്ട് പോകുന്നുണ്ടോ? അല്ല അല്ല ഇവിടെ എന്തെങ്കിലും കാണാതെ പോയി ഇനി അഖിലേച്ചിനെ പറഞ്ഞാ മതി. ഷാമ്പൂ എടുത്തിട്ട് പോവാ അഖിലേച്ചി. ടിപ്പിക്കൽ മലയാളിസിനെ പോലെ ഇവിടെയുള്ള ഷാമ്പൂ, ചായപ്പൊടി, പാൽപ്പൊടി ഇതെല്ലാം എടുത്തിട്ട് പോവാണ്. പക്ഷെ പാൽപ്പൊടി ചായപ്പൊടി ഒന്നും ബാക്കിയില്ല, എല്ലാം ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോവാണ് ഫൈനലി. ഞങ്ങളുടെ പൂളിനോടും ഒക്കെ വിട പറഞ്ഞ് പോവുകയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരാനോ നല്ലൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഇത്. ഭയങ്കര നല്ലൊരു പ്രൈവസി ഉണ്ടല്ലേ ഇവിടെ. ഒരു ഡിസ്റ്റർബൻസും ഇല്ല, നല്ല കാമാണ്. വളരെ വളരെ നല്ലൊരു റിസോർട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ആംബിയൻസ് ഒക്കെയാണ്, പുറത്തൊക്കെ കാണാനൊക്കെ കുറേ ചെടികളും അതൊക്കെ വെച്ചിട്ട് നല്ലൊരു ആംബിയൻസും ഉണ്ട്, നല്ല അടിപൊളിയാണ്. നമ്മളെ പൈസക്ക് വർത്താവുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഫുഡ് മാത്രമാണ്, കാരണം ഇവിടെ അധികം ഫുഡൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ ഫുഡ് മാത്രം പുറത്തുനിന്ന് വാങ്ങി. അതും കൂടി അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും കൂടി കറക്റ്റ് ചെയ്തായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഞങ്ങൾ സംതൃപ്തി അടയുക. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിന്റെ ബർത്ത്ഡേ ആണെന്ന്. അവിടെ നോക്കൂ, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. രണ്ടാമതാണ് ഞാൻ ആലോചിച്ചത്. ഓക്കെ, നമ്മളെ വണ്ടി വന്നു. പോട്ടെ, ബൈ ബൈ, കാണാം. എല്ലാവരും അങ്ങനെ കോഴിക്കോട് തിരിച്ചെത്തി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. പക്ഷെ നിന്നിട്ട് വയ്യ. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സാഗറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോവാം. ഫുൾ ടയേർഡായി. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വന്നു. അഖിലേച്ചി ബാക്കി ഇതിലിട്ടും ഞാനും അഖിലേച്ചി ഓരോന്നേ പറഞ്ഞോളൂ. മതി 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 മതി. ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് KSRTCൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോയ്ക്ക് കയറി ഞങ്ങൾ മിംസിലേക്ക് പോന്നു. മിംസിൽ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. നല്ല അടിപൊളി യാത്രയായിരുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.